എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ തവണ പീരിയോഡിക് മോഷൻ എന്താണ്, അതിൽ ഓസിലേഷൻ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മൾ സർക്കുലർ മോഷനെ കണക്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത് പീരിയോഡിക് മോഷനെ അടയാളപ്പെടുത്തുന്ന ചില ക്വാണ്ടിറ്റീസ്, പീരീഡ് എന്താണ്, അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, അതിൻ്റെ ഫ്രീക്വൻസി എന്താണ്, ആംഗുലർ ഫ്രീക്വൻസി എന്താണ്, ആംപ്ലിറ്റ്യൂഡ് എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ പീരിയോഡിക് മോഷൻ റെഗുലർ ഇന്റർവെൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനാണ്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒരു ഓസിലേറ്ററി മോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പീരിയോഡിക് മോഷനിലെ ഒരു ക്ലാസ് ആണ് ഓസിലേഷൻസ് എന്ന് പറയുന്നത്. ടു ആൻഡ് ഫ്രോ റിപ്പറ്റേഷൻസിനെയാണ് നമ്മൾ ഓസിലേറ്ററി മോഷൻ എന്ന് വിളിക്കുക. ആ ഓസിലേറ്ററി മോഷനിൽ തന്നെ ഒരു പ്രത്യേക കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മോഷൻസിനെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കുന്നത്. അതാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൈപ്പ് ഓഫ് മോഷൻ. അതിന് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതെങ്ങനെയാണ്, അതിൻ്റെ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ വിവിധ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ് എന്ന് പഠിക്കാൻ ശ്രമിക്കാം. സിമ്പിൾ ഹാർമോണിക് മോഷൻ പലയിടങ്ങളിലും നമ്മൾ അതിനെ ചുരുക്കി SHM എന്ന് എഴുതാറ്. അപ്പോൾ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു ഓസിലേറ്ററി മോഷനാണ്. അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് എ പാർട്ടിക്കിൾ ഈസ് സെഡ് ടു എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ വെൻ ഇറ്റ് വൈബ്രേറ്റ്സ് പീരിയോഡിക്കലി ഇൻ സച്ച് എ വേ ദാറ്റ് at any instant the restoring force acting on it is proportional to the displacement from a fixed point in its path and is always directed towards that point. ഒരു ലോങ് ഡെഫിനിഷൻ ആണെന്ന് തോന്നുന്നു, പക്ഷെ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്തായാലും അവിടെ വേണ്ടത് എന്താണ്, ആ സിമ്പിൾ ഹാർമോണിക് മോഷൻ അതിനൊരു ഒരു പീരിയോഡിക് മോഷനാണ് നമ്മൾ പറയുന്നത്. അത് പീരിയോഡിക് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുവിൽ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിന്റെ പ്രത്യേകത എന്താണ്? അത് പ്രൊപ്പോർഷണൽ ടു എ ഫിക്സഡ് പോയിന്റ്. ഒരു പ്രത്യേക പോയിന്റിലേക്ക് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്, ഒരു ചെറിയ തിരുത്തുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ്. അതായത് ഒരു ഒബ്ജക്റ്റ് സിമ്പിൾ ഹാർമോണിക് മോഷനിലാവണമെങ്കിൽ അതൊന്ന് പീരിയോഡിക് മോഷനിലായിരിക്കണം, രണ്ട് അതിനൊരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാകണം. ആ റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ പ്രത്യേകത അത് അതിന്റെ ഒരു പ്രത്യേക പോയിന്റിൽ നിന്നുള്ള അതിന്റെ ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം എന്ന് മാത്രമല്ല, ഇറ്റ് ഷുഡ് ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദാറ്റ് പോയിന്റ്. അപ്പോഴാണ് നമ്മൾ അതിനെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കുന്നത്. അത് ഡെഫിനിഷൻ ഇത്തിരി ടെക്നിക്കലായിട്ട് നമുക്ക് തോന്നിയാലും മോഷൻസ് മനസ്സിലാക്കുമ്പോൾ നമ്മളൊരു സ്പ്രിങ്ങിലേക്ക് ഒരു മാസ് അറ്റാച്ച് ചെയ്യുന്നതായിട്ട് കരുതുക. നമ്മളെല്ലാവരും സ്കൂളിൽ നിങ്ങൾ പക്ഷേ കണ്ടിട്ടുണ്ടാവും, ഒരു ഹെലിക്കൽ സ്പ്രിങ് ഇങ്ങനെ തൂക്കിയിട്ട് നിങ്ങൾ അതിലേക്ക് ഒരു മാസ് അറ്റാച്ച് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ അത് ആ ഒരു വെർട്ടിക്കലായിട്ടാണ് നിങ്ങൾ പൊസിഷൻ അളക്കുന്നതെന്നുണ്ടെങ്കിൽ അത് x0 എന്ന് പറയുന്ന ഒരു പൊസിഷനിലാണ് ആ മാസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന M എന്ന് പറയുന്ന മാസ് ഉള്ളതെന്ന് കരുതുക. നിങ്ങൾ ഈ മാസിനെ ഒന്ന് താഴേക്ക് വലിച്ചാൽ എന്ത് സംഭവിക്കും? ആ സ്പ്രിങ് അതിലേക്ക് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ചെലുത്തും. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങനെയായിരിക്കും? നിങ്ങൾ ഇതിനെ ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും എത്രത്തോളം വലിക്കുന്നു, എക്സ് ഡിസ്റ്റൻസ് നിങ്ങൾ അതിനെ വലിച്ചാൽ അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഈ ഫോഴ്സ്, അല്ലെ? നമ്മൾ അതിനെ ആ ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് നമ്മൾ വിളിക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു kx എന്ന് മാത്രമല്ല, നിങ്ങൾ അതിനെ താഴേക്കാണ് വലിക്കുന്നതെന്നുണ്ടെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് മുകളിലേക്കായിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ ഈ മാസിനെ, ആ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തുകൊണ്ട് മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്പ്രിങ് അതിനെ തിരിച്ച് റെസിസ്റ്റ് ചെയ്യും. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. അപ്പോൾ എപ്പോഴും F ഷുഡ് ബി ഈക്വൽ ടു -kx, അല്ല? അപ്പോൾ ഈ ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണലാണ്? ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് പ്രൊപ്പോർഷണലാണ് എന്ന് മാത്രമല്ല, നിങ്ങൾ താഴേക്കാണ് വലിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഫോഴ്സ് മുകളിലേക്കാണ്, നിങ്ങൾ മുകളിലേക്കാണ് അതിനെ പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോഴ്സ് താഴേക്കാണ്. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇക്വിലിബ്രിയം പൊസിഷൻ, അത് ഇരിക്കുന്ന ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് ഏത് പോയിന്റിലാണോ അതുള്ളത് ആ പോയിന്റിലേക്കാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മോഷനെ നമുക്ക് എന്ത് വിളിക്കാം? അതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് എന്ന് നമുക്ക് വിളിക്കാം.
അപ്പം ഇങ്ങനെ ഒരു മോഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ ആദ്യം ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ മോഷൻ എങ്ങനെ ഇരിക്കും എന്നുള്ളത് കൂടുതൽ വിശദമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതാണ് നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് there should be a restoring force F that is equal to minus kx. ലൈക്ക് k എന്ന് പറയുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്, എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നത് മാത്രമല്ല, അത് ആ ഡിസ്പ്ലേസ്മെന്റിനെ റെസിസ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. ഇപ്പോഴും അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് അതിനെ ശ്രമിക്കുന്നത്. സോ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ പ്രധാന കണ്ടീഷൻ. പക്ഷെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് ഫോർ എനി ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദാറ്റ് ഒബ്ജക്ട് മൾട്ടിപ്ലൈഡ് ബൈ ദ ആക്സിലറേഷൻ ഓഫ് ദ ഒബ്ജക്ട്, അല്ലെ? എഫ് ഈസ് ഈക്വൽ ടു എം. ഇതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. അപ്പൊ ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ഈസ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. അപ്പോൾ എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് ഏത് കണ്ടീഷന് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ലോ ഓഫ് മോഷനാണ്, അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് മോഷനാണ്. അത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിലേക്ക് വരുമ്പോൾ ആ ഫോഴ്സ് എന്താണ്? അത് മൈനസ് കെ എക്സ് ആണ്. അപ്പം നമുക്ക് ഈ രണ്ട് ടേംസിനെ പരസ്പരം ഇക്വേറ്റ് ചെയ്യാം. എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. മൈനസ് കെ എക്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയതുകൊണ്ടാണ് അത് മൈനസ് കെ എക്സ് ആയത്, അല്ലെ? അപ്പൊ അങ്ങനെയെങ്കിൽ ഇതിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ് എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത്. ഇവിടെ ഈ കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, ഫോഴ്സ് കോൺസ്റ്റന്റ് നമുക്ക് അതിനെ വിളിക്കാം. എം എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിന്റെ മാസ് ആണ്, അത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ കെ ബൈ എമ്മിനെ നമുക്ക് തൽക്കാലം മറ്റൊരു കോൺസ്റ്റന്റ് സേ ഒമേഗ സ്ക്വയർ എന്ന് വിളിക്കും. ഓക്കെ, ഈ എന്തുകൊണ്ട് ഒമേഗ എന്ന് എടുത്തില്ല, എന്തുകൊണ്ട് ഒമേഗ സ്ക്വയർ എടുത്തു എന്നുള്ളത് നമ്മൾ മുമ്പോട്ട് ഡിറൈവ് ചെയ്യുമ്പോൾ മനസ്സിലാവും, അല്ലെ? കാരണം നമുക്ക് പലയിടങ്ങളിലും ഈ ക്വാണ്ടിറ്റിയുടെ റൂട്ടാണ് ഇക്വേഷനിൽ വരിക. അപ്പൊ അതുകൊണ്ട് അവിടെ ആ ഇക്വേഷൻ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് മാറാൻ വേണ്ടി റൂട്ട് ഒരു ക്വാണ്ടിറ്റി ഇടുന്നതിന് പകരം അത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കെ ബൈ എമ്മിനെ തന്നെ ഒമേഗ സ്ക്വയർ എന്ന് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ നമുക്കൊന്ന് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിയുമ്പോൾ ആ ഇക്വേഷൻ നമുക്ക് ഏത് ഫോമിൽ കിട്ടും? ആ ഇക്വേഷൻ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതാണ് ശരിക്കും സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ ദിസ് ഈസ് ദ differential equation of a simple harmonic motion. Differential equation. അപ്പോൾ പരീക്ഷയ്ക്കൊക്കെ വൺ വേർഡ് ആയിട്ടൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ അത് ഇതാണ്: d square x by dt square plus omega square x is equal to 0, where x represents the displacement of the object, t is the time, and omega square is a constant given by k by m, where k is the force constant and m is the mass of the object. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, ഇത് എക്സിലാണ്, അല്ലെ? എക്സ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഈ ഇക്വേഷന്റെ സൊല്യൂഷനാണ്. കാരണം സിമ്പിൾ ഹാർമോണിക് മോഷൻ എങ്ങനെയാണ്, അതിന്റെ പൊസിഷൻ എങ്ങനെയാണ് മാറുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ എക്സ് എന്താണ്, എക്സിന്റെ നേച്ചർ എന്താണ് നമ്മൾ അറിയണം. അതിന് നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണം. ഓക്കെ, നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു പ്രോസസ്സ് തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇക്വേഷൻ ഒരിക്കൽ കൂടെ എടുത്തിടാം. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. നമുക്ക് അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നത് കരുതാം. അപ്പോൾ നമുക്ക് വെലോസിറ്റി v എന്താണ്? വെലോസിറ്റി v വിൽ ബി ഗിവൺ ബൈ dx by dt, അല്ലെ? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ ആണ് അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് ഡി വി ബൈ ഡി ടി ആണ്. ഡി വി ബൈ ഡി ടി ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. അതിനെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം, അല്ലേ?
ഡി എക്സ് ബൈ ഡി ടി ഇതിൽ എന്താണ്? ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വി ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് എഴുതാം. ഇത് നമ്മൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു കുറുക്ക് വഴിയിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിനെ നമുക്കിപ്പോൾ എങ്ങനെ എഴുതാം? വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് എഴുതാം. ഇതിനെ എടുത്തിട്ട് നമ്മൾ ആ ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ഇക്വേഷൻ 1ൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിന് പകരം നമ്മൾ വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ആ ഒമേഗ സ്ക്വയർ എക്സിനെ നമ്മൾ ഇക്വേഷൻ്റെ വലത് ഭാഗത്തേക്ക് കൊണ്ടുവന്ന് യു ക്യാൻ റൈറ്റ് ഇറ്റ് മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് കിട്ടും. ഇനി ഈ ഡി എക്സിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വി ഡി വി ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഡി എക്സ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലതുവശത്തും ഇടതുവശത്തും ഓരോ വേരിയബിൾസ് മാത്രമേ ഉള്ളൂ. വലതുവശത്ത് എക്സിൻ്റെ വേരിയബിൾസ് മാത്രമാണ്, ഇടതുവശത്ത് വി എന്ന് പറയുന്ന വേരിയബിൾസ് ആണ്. ഇനി നമുക്കതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, വി ക്യാൻ ഇൻ്റഗ്രേറ്റ് ദിസ് എക്സ്പ്രഷൻ. ഇപ്പോൾ വി എന്ന ഡി വിയുടെ ഇൻ്റഗ്രൽ എന്താണ്? അല്ലെങ്കിൽ ഒന്നുകൂടെ ഇൻ്റഗ്രൽ എക്സ്പ്രഷൻ ഇട്ട് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ വി ഡി വി ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്. ഇനി നമുക്ക് ഈ ഡിഫറൻഷ്യൽ എല്ലാം ഒരേ വേരിയബിളിലായതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻ്റഗ്രേഷൻ വളരെ എളുപ്പമുള്ള പ്രക്രിയയായിട്ട് മാറും. നമുക്ക് നോക്കാം. വി ഡി വിയുടെ ഇൻ്റഗ്രൽ നമുക്കറിയാം വി സ്ക്വയർ ബൈ 2 ആണ് അല്ലേ. അതുപോലെ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കണം. അത് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സേ എ കോൺസ്റ്റൻറ്റ്. അതിനെ നമുക്ക് സി ഡാഷും തൽക്കാലം ഇവിടെ എടുക്കാം. ഇവിടെ ഒമേഗ സ്ക്വയർ ഒരു കോൺസ്റ്റന്റ് ആണ്, സി ഡാഷും ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി ഡാഷ് ഇൻറ്റു ഒമേഗ സ്ക്വയർ, അതിനെ നമുക്ക് സി ഒരു കോൺസ്റ്റന്റ് എന്ന് എഴുതാം. സി സ്റ്റാൻഡ്സ് ഫോർ സി ഡാഷ് ഇൻറ്റു ഒമേഗ സ്ക്വയർ. അപ്പോൾ അതായത് സി ഡാഷ് ഒരു കോൺസ്റ്റന്റ്, അത് നമുക്ക് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആണ് അല്ലേ. നമ്മൾ ഫൈനൈറ്റ് ഇന്റഗ്രൽ അല്ല എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഇന്റഗ്രേഷനിൽ ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് വരും. അത് നമ്മളിവിടെ സി ഡാഷ് എന്ന് എടുത്തു. ഒമേഗ സ്ക്വയറും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഒമേഗ സ്ക്വയറിന്റെ സി ഡാഷിനെ നമ്മൾ മറ്റൊരു കോൺസ്റ്റന്റ് സി എന്ന് വിളിച്ചു. സോ നമുക്കിപ്പോൾ കിട്ടിക്കുന്ന എക്സ്പ്രഷൻ വി സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെയും നമ്മൾ ഫൈനൈറ്റ് ഇന്റഗ്രൽ അല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു കോൺസ്റ്റന്റ് വരേണ്ടതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു കോൺസ്റ്റന്റിനെ കൂടെ അബ്സോർബ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഈ കോൺസ്റ്റന്റ് എടുക്കുന്നത്. നമുക്ക് ഈ കോൺസ്റ്റന്റ് ഇവാലുവേറ്റ് ചെയ്യണം അല്ലേ. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇനി ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വി സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി എന്ന് പറയുന്ന എക്സ്പ്രഷനാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ സി എന്ന് പറയുന്ന ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് അത് ഇപ്പം നമുക്ക് അറിയില്ല. ആ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? നമുക്കിവിടെ എക്സ് വി തുടങ്ങിയ ക്വാണ്ടിറ്റീസിന്റെ വാല്യൂസിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. ഉദാഹരണത്തിന് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കുമ്പോൾ നമുക്കറിയാം വെൻ എക്സ് ഈസ് ഈക്വൽ ടു എ, വെൻ എക്സ് ഈസ് ഈക്വൽ ടു എ, അതായത് എക്സ് അതിന്റെ മാക്സിമം വാല്യൂ ആകുമ്പോൾ അതിന്റെ, അതായത് അവിടെയാണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് വരുന്നത് അല്ലെ. എ എന്ന് പറഞ്ഞാൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. അവിടെ വെച്ച് വെലോസിറ്റി 0 ആവും. കാരണം നമ്മളിപ്പോൾ സിമ്പിൾ പെൻഡുലത്തിന്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അത് ടു ആൻഡ് ഫ്രോ മോഷൻ ആണെങ്കിൽ അത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് മാക്സിമം ഡിസ്റ്റൻസ് എ മൂവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവിടെ അതിന്റെ വെലോസിറ്റി 0 ആയാൽ മാത്രമേ അതിന് തിരിച്ചു പോകാൻ പറ്റും അല്ലേ. അപ്പോൾ എപ്പോഴും എക്സ് ഈസ് ഈക്വൽ ടു എ ആകുമ്പോൾ വി എന്തായിരിക്കും? വെലോസിറ്റി 0 ആയിരിക്കും. അത് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് ഈ കണ്ടീഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 0 ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്താണ്? എക്സ് എ എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ എ സ്ക്വയർ ആയി ബൈ 2 പ്ലസ് സി എന്ന് കിട്ടും അല്ലെ. 0 ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ബൈ 2 പ്ലസ് സി. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് സി ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് നോൺ വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പുതിയ വാല്യൂ അവിടെ കിട്ടുന്നു. അതാണ് നമ്മൾ ആ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചേക്കുന്ന ടൂൾ. അപ്പോൾ നമുക്കത് ആ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? Now the equation becomes v square by 2 is equal to minus omega square x square by 2 plus c യുടെ വാല്യൂ omega square a square by 2 അല്ലേ. അല്ലെങ്കിൽ ഈ 2 എന്ന് പറഞ്ഞ
ക്വാണ്ടിറ്റി എല്ലാത്തിലും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്ത് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ ഒമേഗ സ്ക്വയറും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് ഒമേഗ സ്ക്വയറിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ വി സ്ക്വയർ ഇൻറ്റു ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. സേ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടി. അതിൽ നിന്ന് നമുക്ക് വി എന്തിനെ എഴുതാം? വി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഇപ്പം നമ്മൾ വെലോസിറ്റി ഇവാലുവേറ്റ് ചെയ്തു. നമുക്ക് പക്ഷെ അറിയാം വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ആണ് അല്ലേ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വാല്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒമേഗ ഇസ് ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ഒമേഗ എക്സ് സ്ക്വയർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വിൽ ഗിവ് യു ഒമേഗ ഇൻറ്റു ഡി ടി അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് കണക്കിൽ ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കാം. ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. അപ്പോൾ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ ടി ടി. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ, ഇപ്പോൾ ഇടതുവശത്ത് എക്സിന്റെ പാരാമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ, വലതുവശത്ത് ടിയുടെ പാരാമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒരിക്കൽ കൂടെ ഇക്വേഷൻ 3 ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ് അല്ലേ. 1 ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എയുടെ ഡിഫറൻഷ്യൽ ആണ് 1 ബൈ റൂട്ട് ഓഫ് ഡെറിവേറ്റീവ് ആണ് 1 ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ 1 ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ്. ഈസ് ഈക്വൽ ടു ഒമേഗ ഡി ടിയുടെ ഇന്റഗ്രൽ. നമ്മളിവിടെ ചെയ്യുന്നത് ഇന്റഗ്രേഷൻ ആണ് അല്ലെ. ഇന്റഗ്രേറ്റിംഗ് നമുക്ക് കിട്ടാൻ പോകുന്നതാണ് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ഈസ് ഈക്വൽ ടു ഒമേഗ ടി പ്ലസ് ഒരു കോൺസ്റ്റന്റ് 5. ഓക്കെ, അതൊരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആണ്. അപ്പോൾ ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ എക്സ് ബൈ എ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് അപ്പുറത്ത് പോകുമ്പോൾ സൈൻ ആവും അല്ലെ. സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 5 കിട്ടും. അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് കിട്ടും. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ ശ്രദ്ധിച്ച് മാർക്ക് ചെയ്ത് വെക്കേണ്ട ഇക്വേഷൻ ആണ്. കാരണം നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, this equation gives you the value of position of an object executing the simple harmonic motion. Equation number 4 എന്ന പേരിൽ നമുക്ക് ഇതിനെ വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്. This gives you the value of the position x with respect to the time t. അപ്പോൾ സമയം മാറുമ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എങ്ങനെ മാറും എന്നുള്ളതാണ് ഇവിടെ ഈ ഇക്വേഷൻ കൊണ്ട് തരുന്നത്. സോ ദിസ് ഈസ് ആക്ച്വലി ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ഈ തരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് പീരീഡിന്റെ ഒരു എക്സ്പ്രഷൻ കൂടെ നമുക്ക് കിട്ടും. അതെങ്ങനെ മനസ്സിലാക്കും? പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്മോളസ്റ്റ് ഇന്റർവൽ വിത്തിൻ വിച്ച് ദ മോഷൻ റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ്. അത് നമുക്ക് മനസ്സിലാക്കാൻ ഇക്വേഷനിലേക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തി നോക്കിയാൽ മതി. നമുക്കറിയാം എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്നുള്ളതാണ് അല്ലേ. ഒമേഗ ടി പ്ലസ് 5. നമ്മൾ ഈ ഒമേഗ ടി പ്ലസ് 5യോടൊപ്പം ഒമേഗ ടി പ്ലസ് 5 പ്ലസ് 2π ഒന്ന് ആഡ് ചെയ്ത് നോക്കും. എന്താണ് സൈൻ 2π പ്ലസ് തീറ്റ വിൽ ഗിവ് യു സൈൻ തീറ്റ അല്ലേ. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ മാറ്റമൊന്നും വരുന്നില്ല. സൈനിനകത്തേക്ക് ഒരു 2π കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ആ എക്സ്പ്രഷനിൽ മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ അതിനെ വെച്ച് കുറച്ചുകൂടെ ഒന്ന് റീ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ എ സൈൻ ഒമേഗ ഇൻറ്റു ടി പ്ലസ് 2π ബൈ ഒമേഗ ഓക്കെ പ്ലസ് 5 എന്ന് കിട്ടും. അപ്പോൾ എക്സ് എന്താണ്? എ സൈൻ ഒമേഗ ഇൻറ്റു ടി പ്ലസ് 2π ബൈ ഒമേഗ പ്ലസ് 5. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതെല്ലാം സെയിം ആണ്, ഒരേ എക്സ്പ്രഷൻ ആണ്. അതായത് ഡിസ്പ്ലേസ്മെന്റിൽ
ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയാലും ആ ക്വാണ്ടിറ്റി മാറുന്നില്ല, സെയിം ഡിസ്പ്ലേസ്മെന്റ് ആണ്. സെയിം ഡിസ്പ്ലേസ്മെന്റ് ആകുന്ന അർത്ഥം എന്താണ്? മോഷൻ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അതേ പൊസിഷനിൽ തിരിച്ചു വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ക്വാണ്ടിറ്റി വരുന്നത്. ടി പ്ലസ് 2π/ω, ടി പ്ലസ് 2π/ω, ഈ അതായത് ടി എന്ന് പറയുന്ന ടൈമിലുള്ള ആ ഒബ്ജക്റ്റിന്റെ പൊസിഷനാണ് എക്സ്. പക്ഷേ ടി പ്ലസ് 2π/ω, അതായത് ആ ടി എന്ന് പറഞ്ഞ ടൈമിനോട് 2π/ω എന്ന് പറഞ്ഞ ടൈം ഇന്റർവെലൂടെ കൂട്ടിയാലും അതിന്റെ പൊസിഷൻ സെയിം ആണ്. അതിന്റെ അർത്ഥം എന്താണ്? ഒരു പ്രത്യേക സമയത്ത് അതിന്റെ പൊസിഷൻ എത്രയാണോ അതേ പൊസിഷൻ ആയിരിക്കും 2π/ω ടൈം കഴിയുമ്പോൾ. അതിന്റെ അർത്ഥം എന്താണ്? 2π/ω ടൈം കഴിയുമ്പോൾ ആ മോഷൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിന്റെ അർത്ഥം എന്താണ്? ആ റിപ്പീറ്റ് ചെയ്യുന്ന സമയമാണ് അതിന്റെ ടൈം പീരീഡ് ഇന്റർവൽ ടി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടുന്നു? ടൈം പീരീഡിന്റെ എക്സ്പ്രഷൻ കൂടിയാണ് ഈ എക്സ്പ്രഷനിൽ നമുക്ക് കിട്ടുന്നത്. Okay, so the time period of a simple harmonic oscillation, അങ്ങനെ മൂവ് ചെയ്യുന്ന സിമ്പിൾ ഹാർമോണിക് മോഷനിലായിരിക്കുന്ന ഒബ്ജക്റ്റ് നമ്മളൊരു ഹാർമോണിക് ഓസിലേറ്റർ എന്ന് വിളിക്കും. ഒരു സാമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ പീരീഡ് എന്താണ്? 2π/ω ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒമേഗ എന്താണെന്ന് മറന്നു പോകരുത്. ഒമേഗ എന്ന് പറയുന്നത് k/m ആണ് അല്ലെ. k ഫോഴ്സ് കോൺസ്റ്റന്റ്, m അതിന്റെ മാസ്. അപ്പൊ നമ്മൾ അവിടെ തന്നെ അതിന് ഒമേഗ സ്ക്വയർ എന്ന് എടുത്തതിന്റെ കാരണം എന്താണ്? ഇവിടെ അതിന്റെ റൂട്ടാണ് വരുന്നത്. റൂട്ട് ഓഫ് ഒമേഗ k/m ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ആദ്യമേ ഒമേഗ സ്ക്വയർ എന്നെടുത്തത് അല്ലേ. അപ്പോൾ ദിസ് ഗീവ്സ് യു ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. ഇനി നമുക്ക് ഇതിന്റെ ഒരു ആക്സിലറേഷന്റെ എക്സ്പ്രഷൻ കൂടെ ഒന്ന് കണ്ടുപിടിക്കണം. ആക്സിലറേഷന്റെ എക്സ്പ്രഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? അത് വളരെ സിമ്പിൾ ആണ്. d²x/dt² ആണ് ആക്സിലറേഷൻ. അതെന്താണ്? അത് -ω²x ആണ് അല്ലേ. അപ്പോൾ -ω²x, നമ്മൾ എക്സിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. നമ്മൾ എക്സിന്റെ വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെയൊക്കെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അല്ലെ. d²x/dt² -ω²x ആണെങ്കിൽ ഈ ആക്സിലറേഷന്റെ മാക്സിമം എത്രയായിരിക്കും? ആക്സിലറേഷന്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ -ω² × എക്സിന്റെ മാക്സിമം ആയിരിക്കും അല്ലെ. അതാണ് -ω² × a ആയിരിക്കും. എക്സിന്റെ മാക്സിമം എന്ന് പറയുന്നത് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് a ആയിരിക്കും അല്ലെ. ആക്സിലറേഷന്റെ മിനിമം a മിനിമം എന്ന് പറയുന്നത് -ω² × എക്സിന്റെ മിനിമം ആയിരിക്കും അല്ലെ. എക്സ് മിനിമം ആകുമ്പോഴാണ് ആക്സിലറേഷൻ മിനിമം ആകുന്നത്. എക്സിന്റെ മിനിമം വാല്യൂ എത്രയാണ്? 0 ആണ്. അതിന്റെ ഇക്വിലിബ്രിയം പോയിന്റിലായിരിക്കുമ്പോൾ എക്സ് 0 ആയിരിക്കും. അപ്പൊ അത് 0 ആയിരിക്കും. അപ്പൊ എപ്പോഴും ആക്സിലറേഷൻ ഇറ്റ് വേരീസ് ഫ്രം 0 to -ω²a. അതേ സമയത്ത് നിങ്ങൾ വല്ല വെലോസിറ്റി എടുത്തു കഴിഞ്ഞാലോ വി മാക്സ് എന്തായിരിക്കും? വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമ്മളിത് മുമ്പൊരിടത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നമുക്ക് ഓർമ്മ ഉണ്ടാവും. വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. This is the expression for velocity. വെലോസിറ്റിയുടെ പ്രത്യേകത v is equal to ω√a² - x² ആണ് അല്ലെ. ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് x² കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം when x is equal to x minimum, v maximum ആവും അല്ലെ. അതുപോലെ when x is equal to x maximum, v എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. അപ്പൊ എക്സിന്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ a ആണ് അല്ലെ. എക്സിന്റെ മിനിമം എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ അത് നമുക്ക് വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ എത്ര ആയിരിക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. വെലോസിറ്റിയുടെ മാക്സിമം എന്ന് പറയുന്നത് അത് സംഭവിക്കുന്നത് x is equal to 0-ലാണ്, ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. ദാറ്റ് വിൽ ബി root of a² - 0 which is given by omega into root of a² - 0, that is omega into a. ഇനി v മിനിമം എന്താണ്? v മിനിമം എന്ന് പറയുന്നത് x is equal to a-യിലാണ് സംഭവിക്കുന്നത്. that will give you omega into root of a² - a², which is given by 0 അല്ലെ. അപ്പോൾ വെലോസിറ്റിയുടെയും ആക്സിലറേഷന്റെയും മിനിമം മാക്സിമം വാല്യൂസ് ആണ് നമ്മൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാണ്ടിറ്റിയും കൂടി മനസ്സിലാക്കണം. അത് എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ആണ്. ഓക്കെ, എനർജി. വാട്ട് ഈസ് എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ? നമുക്കറിയാം ടോട്ടൽ എനർജി E എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സം ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇനി ഇതിൽ ഓരോന്നായിട്ട് വേണം ഇവാലുവേറ്റ് ചെയ്യാൻ. നമുക്ക് ആദ്യം ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ് എന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കാം. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഹാർമോണിക് ഓസിലേറ്റർ? പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ആ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ അറിയാം. ഫോഴ്സിന്റെ എക്സ്പ്രഷൻ F is equal to m into d² x by dt² ആണ്
നമുക്കറിയാവുന്ന ഫോഴ്സ്. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ് നമ്മൾ നേരത്തെ കണ്ടു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് എം ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ഇതാണ് ഫോഴ്സ്. ഇനി നമുക്ക് അറിയേണ്ടത്, നമുക്ക് സിമ്പിൾ പെൻഡുലത്തിന്റെ എക്സാമ്പിൾ വെച്ച് തന്നെ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കും. നിങ്ങൾ സിമ്പിൾ പെൻഡുലം അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിലായിരിക്കുമ്പോൾ ആണ് അതിനെ ഒരു ഫോഴ്സ് കൊടുത്ത് അതിനെ നിങ്ങൾ ഡിസ്പ്ലേസ് ചെയ്യുന്നത്, അല്ലേ? ആ ഫോഴ്സ് കൊടുത്ത് നിങ്ങൾ ഒരു ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കും. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ വെൻ ഫോഴ്സ് ഡസ് എ ഡിസ്പ്ലേസ്മെന്റ് ഇറ്റ് ബിക്കംസ് വർക്ക് ഡൺ, അല്ലെ? ആ വർക്ക് ഡൺ, ആ വർക്ക് എന്തായിട്ട് മാറും? അത് അതിനകത്ത് ഒരു പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവും. അപ്പോൾ ഈ വർക്ക് ഡൺ കണ്ടെത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ എനർജി കിട്ടും. അപ്പൊ നമ്മൾ അതാണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സേ ഫോർ എ ഡിസ്പ്ലേസ്മെന്റ് ഡി എക്സ് വർക്ക് ഡൺ വിൽ ബി ഗിവൺ ബൈ, ആ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോർ എ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് വർക്ക് ഡൺ എഫ് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി എക്സ്, അല്ലേ? എന്താണത്? വിച്ച് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ ഈ നെഗറ്റീവ് എന്നുള്ളത് ഫോഴ്സിന്റെ ഡയറക്ഷനെയാണ് റെപ്രസെന്റ് ചെയ്ത്. നമ്മൾ എക്സ്റ്റേണൽ വർക്ക് ചെയ്യുന്നത് ഇത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ വർക്ക് ചെയ്യുന്നത് ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. എം ഒമേഗ സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ഇനി ഫോർ എ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം 0 ടു എക്സ്, ഒരു മൊത്തം ടോട്ടൽ എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ടോട്ടൽ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ വർക്ക് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി എക്സ് ഫ്രം എക്സ് ഫ്രം 0 ടു എക്സ്, അല്ലേ? സോ ദാറ്റ് വിൽ ഗിവ് യു integral from 0 to x m omega square x dx. ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് നിങ്ങൾക്ക് എന്ത് കിട്ടും? എം ഒമേഗ സ്ക്വയറും കോൺസ്റ്റന്റ് ആണ്. എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും, അല്ലേ? സോ ദാറ്റ് ഗിവ്സ് യു ദ വർക്ക് ഡൺ വിച്ച് ഈസ് എസെൻഷ്യലി ദ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദ ഒബ്ജക്റ്റ്, അല്ലെ? എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ 2. എം ഒമേഗ സ്ക്വയർ നമുക്കറിയാം കെ ബൈ എം ആണ് എന്ത്? ഒമേഗ സ്ക്വയർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എം ഒമേഗ സ്ക്വയർ എന്താണ്? കെ ആണ്. സോ ദിസ് വിൽ ഗിവ് യു ഹാഫ് കെ എക്സ് സ്ക്വയർ. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു എക്സ്പ്രഷൻ ഇവിടെ കിട്ടി. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ മാക്സിമം വാല്യൂ എത്ര ആയിരിക്കും? ജസ്റ്റ് ഇവിടെ ഒരു കൗതുകത്തിന് വേണമെങ്കിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. പി ഇ മാക്സിമം എന്ന് പറയുന്നത് ഈ എക്സ് മാക്സിമം ആകുമ്പോഴാണ്, അല്ലെ? കെയും 2 ഒക്കെ കോൺസ്റ്റന്റ് ആണ്. എക്സ് മാക്സിമം ആകുമ്പോൾ പി ഇ മാക്സിമം. എക്സിന്റെ മാക്സിമം വാല്യൂ എന്താണ്? എ ആണ്, ആംപ്ലിറ്റ്യൂഡ് ആണ്. സോ ദാറ്റ് വിൽ ഗിവ് യു ഹാഫ് കെ എ സ്ക്വയർ. ഓക്കെ. പൊട്ടൻഷ്യൽ എനർജിയുടെ മിനിമം, പൊട്ടൻഷ്യൽ എനർജി മിനിമം എന്ന് പറയുന്നത് എക്സ് മിനിമം ആകുമ്പോഴായിരിക്കും. എക്സിന്റെ മിനിമം വാല്യൂ 0 ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ മിനിമം വാല്യൂ 0. ഓക്കെ. സോ ദാറ്റ് ഗിവ്സ് യു ദ പൊട്ടൻഷ്യൽ എനർജി വാല്യൂസ് മാക്സിമം ആൻഡ് മിനിമം. നൗ ഇനി നമുക്ക് വേണ്ടത് അതിന്റെ കൈനറ്റിക് എനർജി വാല്യൂറ്റ് ചെയ്യണം. കൈനറ്റിക് എനർജി. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയർ ആണ്, അല്ലേ? അതിൽ നമുക്ക് വി എന്താണെന്ന് അറിയാം. ഹാഫ് എം ഇൻറ്റു വിയുടെ നമുക്ക് വി സ്ക്വയറിന്റെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. അത് ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. നമ്മൾ തൊട്ട് മുമ്പ് ഡിറൈവ് ചെയ്ത എക്സ്പ്രഷൻ ആണ്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ എം ഒമേഗ സ്ക്വയർ ഉണ്ട് വിച്ച് ഇസ് കെ, ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, അല്ലേ? So this gives you the kinetic energy of the body. Half k a square minus x square. അപ്പോൾ നമുക്ക് രണ്ട് എക്സ്പ്രഷനുമായി. ഏതൊക്കെയാണ്? പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ ഹാഫ് കെ എക്സ് സ്ക്വയർ, കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അങ്ങനെയെങ്കിൽ ടോട്ടൽ എനർജി ഈ നമുക്ക് എങ്ങനെ എഴുതാം? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് k into a square minus x square plus potential energy എന്നാൽ half k x square, അല്ലേ? ഇവിടെ ഒരു half k a square minus half k a square plus half k a square, k x square cancel ആയി പോകുമ്പോൾ you will be left with the value half k a square, അല്ലേ? So this gives you the value of total energy of a simple harmonic oscillator. ഇതിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പൊസിഷൻ, ആൻഡ് ടൈം, അല്ലെ? നോക്കിക്കഴിഞ്ഞാൽ ഇത് കോൺസ്റ്റന്റ് ആണ്. എ ഒരു കോൺസ്റ്റന്റ് ആണ്, കെ വേറൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്ത് കിട്ടുന്നു? ഇറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ്
time and position. Total energy of a simple harmonic oscillator is a constant in time. Okay. അതേസമയം നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ പറഞ്ഞൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാൻ പറ്റും. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജിയുടെ മാക്സിമം വാല്യൂ ഹാഫ് kA² ആണ്. അതെന്താണ്? അത് തന്നെയാണ് ടോട്ടൽ എനർജി. ഇനി അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിക്ക് പകരം കൈനറ്റിക് എനർജിയുടെ മാക്സിമം മിനിമം വാല്യൂസ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയാലും രസമാണ്. നമുക്ക് കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ എത്രയാണ്? ഇവിടെ ഹാഫ് kA² മൈനസ് x² ആണ്. അപ്പൊ x² മിനിമം ആകുമ്പോഴാണ് കൈനറ്റിക് എനർജി മാക്സിമം ആവുന്നത്. x² മിനിമം വാല്യൂ എത്രയാ? 0 ആണ്. അപ്പൊ x² 0 ആകുമ്പോൾ കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ ഹാഫ് kA². അല്ലേ? അതെപ്പോഴാണ് സംഭവിക്കുന്നത്? x is equal to 0 ഇനി x is equal to a ആകുമ്പോൾ കൈനറ്റിക് എനർജി മിനിമം ആവും. അല്ലേ? കൈനറ്റിക് എനർജി മിനിമം ആകുമ്പോൾ എത്രയാ? x is equal to a. അപ്പൊ a² മൈനസ് a² അത് 0 ആവും. അല്ലേ? അപ്പൊ x is equal to 0 കൈനറ്റിക് എനർജി മാക്സിമം അത് ഹാഫ് kA². x is equal to a കൈനറ്റിക് എനർജി മിനിമം അത് 0. അതേസമയം പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് വന്നു കഴിഞ്ഞാലോ കൈനറ്റിക് എനർജി മാക്സിമം ആവുന്നത് എപ്പോഴാണ്? x is equal to a അല്ലേ? കൈനറ്റിക് എനർജി മിനിമം ആവുന്നത് x is equal to 0 അപ്പൊ ഇവിടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും x is equal to a നമ്മളിപ്പോ ഡയറക്റ്റ് ആയിട്ട് കമ്പാരിസൺ നടത്തിയാൽ x is equal to a എടുത്തു കഴിഞ്ഞാൽ ഇവിടെ x is equal to a ഇതാണ്, ഇവിടെ x is equal to a ഇതാണ്. x is equal to a പൊട്ടൻഷ്യൽ എനർജി മാക്സിമം അല്ലേ? ഹാഫ് kA². പക്ഷെ x is equal to a കൈനറ്റിക് എനർജി മിനിമം ആണ് 0. അതുപോലെ x is equal to 0 പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണ് 0. പക്ഷെ x is equal to 0 കൈനറ്റിക് എനർജി മാക്സിമം ആണ് ഹാഫ് kA². അല്ലെ? അപ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ആവുന്നിടത്ത് പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവും. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുന്നിടത്ത് കൈനറ്റിക് എനർജി 0 ആവും. ഏത് സമയത്ത് എടുത്തു കഴിഞ്ഞാലും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് kA² ആയിരിക്കും. അല്ലെ? ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സേ നമ്മളൊരു x ആക്സിസും y ആക്സിസും വരയ്ക്കുന്നു എന്ന് കരുതാം. x ആക്സിസിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുന്നു, y ആക്സിസിൽ നമ്മൾ എനർജി പ്ലോട്ട് ചെയ്യുന്നു എഴുതാം. സേ ദിസ് ഈസ് എനർജി, ദിസ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ പോസിറ്റീവ് വാല്യൂ അങ്ങോട്ട്, നെഗറ്റീവ് വാല്യൂ ലെഫ്റ്റിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ when x is equal to 0 ഇത് രണ്ടിന്റെ എല്ലാ എക്സ്പ്രഷനും ഹാഫ് kx² ഹാഫ് k into a² മൈനസ് x² ആണ്. രണ്ടും പരാബോളകളാണ്. പക്ഷെ പൊട്ടൻഷ്യൽ എനർജി ഉള്ളത് പോസിറ്റീവ് പരാബോളയും കൈനറ്റിക് എനർജി ഉള്ളത് നെഗറ്റീവ് പരാബോള ആയിരിക്കും. ടോട്ടൽ എനർജി നമുക്ക് ആദ്യമേ തന്നെ മാർക്ക് ചെയ്യാം അല്ലെ? ടോട്ടൽ എനർജി എപ്പോഴും ഹാഫ് kA² ആണ്. അത് നമുക്ക് ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ വെച്ച് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം. കാരണം ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്, അത് എപ്പോഴും സെയിം ആയിട്ട് നിൽക്കും. അതാണ് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് kA² അല്ലെ? ഹാഫ് kA². ഇനി പൊട്ടൻഷ്യൽ എനർജിയുടെ കർവ് എങ്ങനെ ഇരിക്കും? പൊട്ടൻഷ്യൽ എനർജിയുടെ കർവ് വരച്ചാൽ അതിങ്ങനെ ഒരു പരാബോള ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. എന്താണ്? ഹാഫ് kx² അല്ലെ? ഇവിടെ x is equal to 0 ആണ്. ഇവിടെയാണ്, ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇത് x is equal to ക്യാപിറ്റൽ A. ഇവിടെയാണെങ്കിൽ x is equal to നെഗറ്റീവ് A അല്ലെ? അപ്പൊ നെഗറ്റീവ് എയിലും പോസിറ്റീവ് എയിലും കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിട്ട് മാറും. പൊട്ടൻഷ്യൽ എനർജി x is equal to A x is equal to 0 അത് മിനിമം 0 ആയിട്ട് മാറും. ഇനി കൈനറ്റിക് എനർജി എടുത്തു കഴിഞ്ഞാലോ കൈനറ്റിക് എനർജി x is equal to -A യിലും x is equal to +A യിലും 0 ആയിരിക്കും. അത് മാക്സിമം ആവുന്നത് x is equal to 0 യിലായിരിക്കും അല്ലെ? അപ്പോൾ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതൊരു അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ള ഒരു പരാബോള ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഗ്രാഫിൽ ഈ പോസിറ്റീവ് പരാബോള പൊട്ടൻഷ്യൽ എനർജി റെപ്രസെന്റ് ചെയ്യുന്നു, ഈ നെഗറ്റീവ് പരാബോള കൈനറ്റിക് എനർജിയെ റെപ്രസെന്റ് ചെയ്യുന്നു. അതായത് കൈനറ്റിക് എനർജി ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി x is equal to A യിലും x is equal to -A യിലും 0 ആവും. അവിടെ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആ സ്ഥലങ്ങളിൽ മാക്സിമം ആയിരിക്കും അല്ലെ? പൊട്ടൻഷ്യൽ എനർജി x is equal to A യിലും x is equal to -A യിലും മാക്സിമം ആയിരിക്കുമ്പോൾ അവിടെ കൈനറ്റിക് എനർജി 0 ആവും. കൈനറ്റിക് എനർജി മാക്സിമം ആവുന്നത് x is equal to 0 യിലാണ് അല്ലെ? അവിടെ പക്ഷേ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ എനർജി വേരി ചെയ്യുന്നത്. ടോട്ടൽ എനർജി എപ്പോഴും ഹാഫ് kA² എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും അല്ലെ? അതെപ്പോഴും ഏത് പൊസിഷനിലും പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും സം
0 ആയിട്ട് നിൽക്കും. സോ ദിസ് ഈസ് അബൌട്ട് ദ എനർജി ഓഫ് ദ ഹാർമോണിക് ഓസിലേറ്റർ. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ബൈ.